നമ്മൾ എന്താ പഠിക്കുന്നത്? വീണ്ടും പറയുന്നു, നമ്മൾ പഠിക്കുന്നത് ഓക്സിലറി വെർബ്സ് ആണ്. ഓക്സിലറി വെർബ്സ് നമ്മൾ പഠിക്കുന്നത് ഓക്സിലറി വെർബ്സ് ആണ്. ഓക്സിലറി വെർബ്സ് ആണ് ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനം. അത് മനസ്സിലായെങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും പരീക്ഷ എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്സിലറി വെർബ് രണ്ട് തരമുണ്ട്, പ്രൈമറി ആൻഡ് മോഡൽ. സെക്കൻഡറി അല്ല, മോഡൽ, MODL. അപ്പൊ പ്രൈമറി നമ്മൾ പഠിക്കുന്നത്. പ്രൈമറി ഏതൊക്കെയാണ്? ബി, ഡു, ഹാവ്. അതിന് ബിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബിന്റെ പ്രസന്റ് രൂപങ്ങൾ എന്താണ്? ഈസ്, ആം, ആറ്. ഇനി അതിന്റെ പാസ്റ്റ് രൂപങ്ങൾ. ഇതെന്താണ്? പ്രസന്റ് ആണ്. ഇനി അതിന്റെ പാസ്റ്റ് എന്താ? എഴുതണ്ട കേട്ടോ, അപ്പൊ എഴുതാൻ പറയുമ്പോ എഴുതിയാൽ മതി. പാസ്റ്റ് എന്താണ്? വാസ്, വേർ. അതിന്റെ അർത്ഥം എന്താ? ആയിരുന്നു. കണ്ടോ? ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എനിക്ക് പറയാം, ഇപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയാം. ഐ ആം എ സ്റ്റുഡന്റ്. ഇപ്പൊ എനിക്കെന്ത് പറയാം? ഐ ആം എ സ്റ്റുഡന്റ്. ഇനി നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ആം എ സ്റ്റുഡന്റ്. ഇനി എനിക്കെന്ത് പറയാം? ഐ വാസ് എ സ്റ്റുഡന്റ്. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? ആയിരുന്നു. അപ്പൊ ആയിരുന്നു എന്ന അർത്ഥം കിട്ടാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വാസ് ആൻഡ് വേർ. വാസ് ആൻഡ് വേർ. മനസ്സിലാവുന്നുണ്ടോ? ഇവ തമ്മിൽ എന്താ വ്യത്യാസം? എന്താ? രണ്ടിനും ഒരേ മീനിങ് ആണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? രണ്ടിനും ഒരേ അർത്ഥമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈസും ആമും ആറിനും ഒരേ അർത്ഥമാണ്. എന്താണ്? ആകുന്നു. പക്ഷെ മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? സിംഗുലറുകളുടെ കൂടെ ഈസും പ്ലൂറലുകളുടെ കൂടെ ആറ് ഉപയോഗിക്കുന്നു. ആം എന്തിന്റെ കൂടെ ഉപയോഗിക്കുന്നു? ഐന്റെ കൂടെ ഉപയോഗിക്കുന്നു. എന്തിന്? ആകുന്നു എന്ന അർത്ഥം കിട്ടാൻ, അല്ലേ? നിലവിലുള്ള അവസ്ഥ ഒരു പറയാം. ഇനി മുമ്പ് അങ്ങനെ ആയിരുന്നു, കഴിഞ്ഞ കാലത്ത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾ പറയാം, നിങ്ങളൊരു ചെറിയ കുട്ടിയായിരുന്നു. ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ വലിയ ആളായി, അല്ലേ? അപ്പൊ ചെറിയ കുട്ടി ആയിരുന്നു. ഇപ്പോഴോ? രണ്ട് വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ വാസും വേറും നമ്മൾ വ്യത്യാസം എന്തേക്കാറും? അത് നിങ്ങൾ പറയും. പറയൂ പറഞ്ഞു അതന്നെ. വെരി ഗുഡ്. കണ്ടോ എന്താ വ്യത്യാസം? എന്താണ്? സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ എഴുതിക്കോട്ടെ ടീച്ചറെ. സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ വാസ് ഉപയോഗിക്കുന്നു. അല്ലേ? സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ വാസ് ഉപയോഗിക്കുന്നു. ഇവിടെ പ്രത്യേകത, ഈസ്, ആം, ആറ് പറഞ്ഞപ്പോൾ ഐക്ക് എന്തുണ്ടായിരുന്നു? ആം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഐക്കും എന്തെന്നെ ഉള്ളൂ? വാസ് തന്നെ ഉള്ളൂ. അപ്പൊ ഇവിടെ സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റുകള് ഉദാഹരണം: ഐ വാസ് എ ചൈൽഡ്. ഐ വാസ് എ ചൈൽഡ്. ഐ വാസ് എ ചൈൽഡ് എന്താ അർത്ഥം? ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടി ആയിരുന്നു. അപ്പൊ ഐ ആം എ ചൈൽഡ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഐ ആം എ ചൈൽഡ് എന്ന് പറയാൻ പറ്റുമോ? ചെറിയ കുട്ടിയാണോ നിങ്ങൾ? അല്ല, നമ്മൾ എന്താണ്? അഡൽട്ട് ആണ്, മുതിർന്നവരാണ്.
അപ്പോ ചെറിയ കുട്ടിയായിരുന്നപ്പോ അപ്പൊ നമ്മൾ എന്ത് ആയിരുന്നു എന്ന് അർത്ഥം കിട്ടാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? വാസ് ഉപയോഗിച്ചു. ഈ കണ്ടോ, ഷീ വാസ് മൈ ഫ്രണ്ട്. ഷീ വാസ് ആയിരുന്നു, ഇപ്പൊ അല്ല, ഇപ്പൊ തെറ്റി അല്ലേ? മുമ്പ് അവൾ എന്നെ നല്ല ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോഴോ പിണക്കത്തിലാണ്. അപ്പൊ എന്തായിരുന്നു? ഇപ്പൊ അവൾ എന്നോട് മിണ്ടൂല. അപ്പൊ എന്ത് പറയാം? ഷീ വാസ് മൈ ഫ്രണ്ട്. അടുത്തത് ഹി വാസ് അബ്രോഡ്, ഗൾഫില് അല്ലെ, വിദേശത്ത്. അയാള് വിദേശത്തായിരുന്നു. ഇപ്പൊ വിദേശത്താണോ? ആണോ? അല്ല. ഇപ്പൊ വിദേശത്താണെങ്കിൽ ഹി വാസ് അബ്രോഡ് എന്നല്ല പറയാ. എന്താ പറയാ? ഒന്ന് ചോദിച്ചു ടീച്ചറെ. വെരി ഗുഡ്. കണ്ടോ, ഹി ഈസ്. ഇപ്പൊ പിന്നെ ഒരാള്, നിങ്ങളെ പേരെന്താ? ഷാനിദ് ഇപ്പൊ ഗൾഫിലാണെന്ന് കരുതിക്കോളൂ. അപ്പൊ നമ്മൾ എന്താ പറയാ? ഷാനിദ് ഈസ് എബ്രോഡ് അല്ലെ? ഷാനിദ് ഗൾഫിലായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് വന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഷാനിദ് വാസ് എബ്രോഡ്. വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ? ഒന്ന് മുമ്പ് അങ്ങനെ ആയിരുന്നു, ഒന്ന് ഇപ്പൊ അങ്ങനെയാണ് അല്ലെ? ആ വ്യത്യാസം മനസ്സിലാക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇറ്റ് വാസ് മൈ ഹോം. ഇറ്റ് വാസ് മൈ ഹോം. ഇറ്റ് വാസ് മൈ ഹോം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എന്റെ വീടായിരുന്നു, ഇപ്പൊ ഞാനത് വിറ്റു. ഞാനത് വിറ്റു. ഓക്കെ, ക്ലിയർ ആവുണ്ടല്ലോ? അപ്പൊ വാസും ഈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈസ് യെസ്. ഈസ് എന്ന് പറഞ്ഞാല് പഴയ ഇപ്പൊ ഉള്ള അങ്ങനത്തെ അവസ്ഥയാണ് അല്ലെ? യു ആർ മൈ ഫ്രണ്ട് അല്ലെ? നീ എന്റെ സുഹൃത്താണ്. ഇനി മുമ്പ് സുഹൃത്തായിരുന്നു, ഇപ്പൊ സുഹൃത്തല്ല, ഇപ്പൊ ഒരു ബന്ധമില്ല. അപ്പൊ എന്ത് പറയും? യു വർ മൈ ഫ്രണ്ട്. വ്യത്യാസം മനസ്സിലാണ്? ഇനി നോക്കൂ, വേറൊന്ന് എഴുതാം. ഐ വാസ് ഇൻ ഡൽഹി എന്ന് പറയുന്ന അർത്ഥം ഡൽഹിയിലായിരുന്നു. അത് വേറെ എന്തെങ്കിലും സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് പറയാം. ഞാൻ വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. അപ്പൊ എന്താ പറയാ? ഞാൻ ഡൽഹിയിലായിരുന്നു നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ ഡൽഹിയിലായിരുന്നു, അല്ലെങ്കിൽ പള്ളിയിലായിരുന്നു, അല്ലെങ്കിൽ മലപ്പുറത്തായിരുന്നു, മഞ്ചേരി ആയിരുന്നു, PSC ക്ലാസ്സിലായിരുന്നു എന്നൊക്കെ പറയും. Manu was a dancer. Dancer ആയിരുന്നു. ഇപ്പൊ അല്ല. മനസ്സിലാവണ്ടല്ലോ? ഇനി എഴുതാൻ പറയും. പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ വേർ ഉപയോഗിക്കുന്നു.
പ്ലൂറൽ സബ്ജക്റ്റ്. നമ്മൾ വാസും വേറും പറഞ്ഞില്ലേ? അതിലെ വാസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഏതാണ്? വേറ്. വാസും വേറും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാസ് സിംഗുലർ ആണ്, വേറെ പ്ലൂറൽ ആണ്. ആ വ്യത്യാസം. ഉദാഹരണം, എക്സാമ്പിൾ ഏതാണ്? We were tired. We were tired. എന്താ അർത്ഥം? ഞങ്ങൾ എല്ലാവരും ക്ഷീണിതർ ആയിരുന്നു. ക്ഷീണിതർ ആയിരുന്നു. ഷമില, ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് they were my enemies. They were my enemies. എന്താ അർത്ഥം? ഇർഷാദ്, ആരാ ഇർഷാദ്? ആരാ നിങ്ങളാ? പറയൂ. They were enemies. ആ, ശത്രു. അതൊക്കെ അറിയാം. എന്താർത്ഥം? അവരെന്റെ ശത്രുക്കൾ ആയിരുന്നു. ഇപ്പൊ ശത്രുക്കളാണോ? അല്ല, ഇപ്പൊ മിത്രങ്ങളാണ്. ഓക്കെ, ഇപ്പൊ ശത്രുക്കളാണെങ്കിൽ എങ്ങനെ പറയാ? They are my enemies. ഇപ്പൊ അല്ലാത്തോണ്ട് എന്ത് പറയാം? They were വാസും വേറെ എന്താണ്? വാസും വേറെ ബിയുടെ പാസ്റ്റ് രൂപങ്ങളാണ് അല്ലെ? ബിയുടെ പാസ്റ്റ് രൂപങ്ങളാണ് വാസും വേറും. പ്രസന്റ് രൂപങ്ങൾ ഏതാണ്? ഈസ്, ആം, ആർ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബേസ് ഫോം ആണ് ബി. എഴുതരുത് കേട്ടോ, എഴുതാനല്ല ഞാൻ പറഞ്ഞിരുന്ന, നേരത്തെ പറഞ്ഞ നമ്മൾ ഒന്നുകൂടി പറയാണ്. ബേസ് ഫോം ബി അല്ലേ? ഈസ്, ആം, ആർ. പ്രസന്റ് ഫോം. പ്രസന്റ് വേറെ എന്താ? പ്രസന്റ് വേറെ എന്താ? ഇപ്പൊ ഉള്ളത് അല്ലേ? നടക്കുന്നത്. അപ്പൊ അതാണ് ആകുന്നു എന്നർത്ഥം വരുന്നത്. ഇനി വാസ് വേറെ ആയിരുന്നു, അതെന്താണ്? പാസ്റ്റ് ഫോം അല്ലേ? ആ, ഇനി ഇതിന്റെ മൂന്നാമത്തെ രൂപമുണ്ട്. ഇതിനെ നമുക്ക് V1 എന്ന് വിളിക്കാം, ഇതിനെ V2 എന്ന് വിളിക്കാം. ഇനി ഒരു V3 ഉണ്ട്. എന്താ? എല്ലാ ക്രിയകൾക്കും V1, V2, V3 ഉണ്ട്. ഇപ്പൊ ഗോ, വെന്റ്, ഗോൺ. തിങ്ക്, തോട്ട്, തോട്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അങ്ങനെ ബിക്കും എന്തുണ്ട്? യെസ്, ബീനാണ് കേട്ടോ. ബീൻ. ഇതിന് പ്രത്യേകിച്ച് മീനിങ് പറയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഗോ, പോകുന്നു. വെന്റ്, പോയി. ഗോൺ, അതിന് പ്രത്യേകിച്ച് അങ്ങനെ മീനിങ് പറയാൻ കഴിയില്ല. അപ്പൊ ഈ ബീനിനും അങ്ങനെ എന്താണ്? ദർ ഇസ് നോ പെർട്ടിക്കുലർ മീനിങ്. പ്രത്യേകിച്ച് അർത്ഥം പറയാൻ കഴിയില്ല. നമുക്ക് ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് അത് പിന്നീട് പഠിക്കാം. ഇനി അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക.
there are two types of auxiliaries. They are primary and model auxiliaries. There are three primary auxiliaries. They are be, do, have. അതിൽ നമ്മൾ ബിയുടെ യൂസസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലേ? ബി എന്നുള്ള ബേസ് ഫോമിന്റെ അർത്ഥം ആവുക. അതൊരു ഒരു കാലത്തെയും സൂചിപ്പിക്കുന്നില്ല. ഇനി അതിന്റെ പ്രസന്റ് ഫോം ഈസ്, ആം, ആറ്. അതിന്റെ അർത്ഥം ആകുന്നു. ഇവ മൂന്നിനും ഒരേ മീനിങ് ആയതുകൊണ്ട് ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. സിംഗുലറിന്റെ കൂടെ ഈസ്, പ്ലൂറലിന്റെ കൂടെ ആറ്, ഐന്റെ കൂടെ ആം അല്ലെങ്കിൽ ആം ഐന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി പാസ്റ്റ് ഫോം, ബിയുടെ പാസ്റ്റ് ഫോം എന്താ അർത്ഥം? ഏതാണ്? വാസ്, വേർ. എന്താ അർത്ഥം? ആയിരുന്നു. സിംഗുലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കും, പ്ലൂറൽ ആണെങ്കിൽ വേർ ഉപയോഗിക്കും. ഇനി ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അങ്ങനെ തന്നെ പഠിച്ചോളൂ. അതാണ് എന്ത്? ബീന്. ഇനി ഇതിന്റെ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അതിനങ്ങനെ ഗ്രാമാറ്റിക്കൽ പർപ്പസ് ഒന്നുമില്ല. അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? അതിന്റെ ബേസ് ഫോമിനോട് കൂടെ ing ചേർക്കുന്നതാണ്. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ബീയിങ് അല്ലെ? പാസീവ് വോയിസിലൊക്കെ ഉപയോഗം വരുന്നതാണ്, നിർബന്ധമായിട്ടും വേണ്ടതാണ് ബീയിങ്. ഓക്കെ, ing രൂപം എന്ന് പറയും. അപ്പൊ നമ്മൾ പ്രസന്റ് മോഡൽ അല്ല പ്രൈമറി ഓക്സിലറിയിലെ ബിയുടെ 3 ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാര്യം ഞാൻ മോഡൽ കഴിഞ്ഞിട്ട്